ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ എല്ലാവരും ടെൻഷനിൽ തന്നെയാണുള്ളത്. അങ്ങനെ നമ്മുടെ നയനയെ ആദർശ് ഫോൺ വിളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ നയനയെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നയന എവിടെ പോയി, എങ്ങോട്ടേക്ക് പോയി എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്നു നമ്മുടെ ആദർശ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. എന്നിട്ട് ഇതുവരെ നയനമോളെ കണ്ടില്ലേ മോനെ എന്ന് ചോദിക്കുമ്പം ഇല്ല കണ്ടില്ല, ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. അപ്പോഴും അവരൊന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതിൻ്റെ പുറകെ നമ്മുടെ ദേവയാനി വന്നു. അങ്ങനെ എല്ലാവരും അറിയുക, അനന്തപുരിയിലെ എല്ലാവരും അറിയുകയാണ് നയനയെ കാണാതെ പോയത് തന്നെയാണ്. അങ്ങനെ അതൊരു വലിയൊരു ചർച്ചാ വിഷയമാവുകയാണ്. എല്ലാവർക്കും പേടിയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ എല്ലാവരും വേറൊന്നുമല്ല പറയുന്നത്, നയനി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പോയത് വഴക്ക് കൂടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ആദർശിനോട് ആവർത്തിച്ച് ചോദിച്ചു, ആദർശ് മോനെ നീയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഇല്ല ഒരിക്കലും ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഇന്ന് ഒരു വഴക്കൊന്നും ഇട്ടിട്ടില്ല, പിന്നെ എന്താണ് അവൾ ഇങ്ങനെ പോയതെന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പോഴാണ് എല്ലാവരും വേറൊരു നിഗമനത്തിലെത്തുന്നത്. നമ്മുടെ നവ്യേനെ കൊണ്ടുപോയ ആ ഒരു ടീം തന്നെയാണോ നമ്മുടെ നയനയെ പൊക്കിക്കൊണ്ട് പോയത് എന്ന ഒരിതാണ് എല്ലാവരിലും പെട്ടെന്ന് ഓടിയെത്തുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ദേവയാനിയും അതുപോലെ അനിയും ഒക്കെ പറയുന്നുണ്ട്, മിക്കവാറും ആ ഒരു ടീം തന്നെയായിരിക്കും, ചിലപ്പം വാശിക്കായിരിക്കാം കുറേ തവണ നവ്യേനെ കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അവർക്കൊരു പക്ഷേ വാശി കാണുമല്ലോ, നമ്മുടെ നവ്യേനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതും നയന തന്നെയാണ്. അപ്പം നയനയോട് വാശി കാണും. അപ്പം അങ്ങനെ ചിലപ്പോൾ നയനയെ കൊണ്ടുപോയതായിരിക്കാം എന്ന് മുത്തശ്ശനും മുത്തശ്ശി ഈ പറയുന്ന ദേവയാനിയും അനിയുടെ അമ്മയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദർശിൻ്റെ മനസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒന്നുകൂടി പേടി കൂടുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ നമ്മുടെ നയനയെ കാണാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും. പക്ഷേ നവ്യയെ കാണാതെ പോയാൽ കണ്ടുപിടിക്കാൻ നമ്മുടെ നയന മുന്നിട്ടിറങ്ങും. പക്ഷേ ഇനിയിപ്പം നയനയെ കണ്ടുപിടിക്കണമെങ്കിൽ ആദർശ് തന്നെ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ഇതിനിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിന് ഇൻഫർമേഷൻ ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അത് വേണോ, പോലീസിന് ഇൻഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വിവാദമായി തന്നെ തീരും. അനന്തപുരിയിലെ മരുമകളെ കാണാനില്ല എന്ന് പത്രത്തിൽ നാളെ വാർത്ത വരുമെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറയും, അത് ശരിയാണ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരുമല്ലോ. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, ജലജയ്ക്ക് പേടിയാവുകയാണ്. കാരണം ജലജ വേറൊന്നും കൊണ്ടുമല്ല പേടിക്കുന്നത്, ഇനി പോലീസിനെ വിവരം അറിയിക്കുകയാണെങ്കിൽ, നവ്യേനെ തട്ടിക്കൊണ്ട് പോയ ആൾക്കാരെ പിടിക്കുകയാണെങ്കിൽ അവിടെ കുരുങ്ങാൻ പോകുന്നത് ജലജയും ജലജയുടെ മകനായ അഭിയുമാണ്. അതുകൊണ്ട് ജലജയും പറയുന്നുണ്ട്, എന്തിനാ വെറുതെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്, ഇവളെയൊക്കെ കാണാതെ പോയതിന് ഇവളുടെയൊക്കെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല, അവളൊക്കെ എവിടെയെങ്കിലും തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അവളൊക്കെ അല്ലെങ്കിലും കുപ്പയെന്ന് കയറി വന്നതല്ലേ, അവൾക്കൊക്കെ കുപ്പ തന്നെ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ ജലജനെ വഴക്ക് പറയാണ്, ഈ ഒരു സമയത്ത് നിനക്ക് നിൻ്റെ നാവ് അടക്കി വെച്ചുകൂടെ ജലജ, ഈ ഒരു സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയരുത്, ഈ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാണ് എൻ്റെ നയനമോള്, അവൾ ഈ കുടുംബത്തിൽ ഇല്ലെങ്കിൽ ഈ കുടുംബം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതായി പോകും. അതുപോലെയാണ് ഇപ്പം നയനയില്ലാത്ത കുടുംബം ഒരിക്കലും സങ്കല്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം നയനയുടെ ആ ഒരു ഇതിലാണ് ആ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്. കാരണം നയനയാണല്ലോ അവിടെ ഇപ്പം എല്ലാം അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്ത് അടുക്കും ചിട്ടയോടും ഒക്കെ കൂടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറയുന്നത്. ഏതായാലും ജലജ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, എല്ലാവരും എല്ലാ വഴിക്കും അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അനിയും അതുപോലെ തന്നെ നമ്മുടെ ജയനും മുത്തശ്ശനും അതിനോടൊപ്പം മുത്തശ്ശനില്ല കേട്ടോ, നമ്മുടെ ആദർശവും ഒക്കെ കൂടി അവർ 3 പേരൊക്കെ കൂടി 3 സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എവിടെന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കാലോ എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ ജലജ ഹബിയോട് പറയുകയാണ്, അവൾ തിരിച്ചു വരണ്ടായിരുന്നു, അവളുടെ ശവശരീരം മാത്രമേ കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസ്ക് കുറഞ്ഞു കിട്ടുമല്ലോ, പിന്നെ ഒരെണ്ണത്തിന് ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയാൽ മതിയല്ലോ, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹബി പറയുന്നുണ്ട്, അവൾ ഒരിക്കലും ചാകാൻ പോകുന്നില്ല, അവൾക്ക് മരണമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അവൾ അവിടെ നിന്നും തിരിച്ചു വരും, അവൾ അത്രയ്ക്കും ഇതാണ് അവളുടെ ആ ഒരു ആയുസ് അത്രയ്ക്കും ഇതുണ്ട്, അതുമല്ല നമ്മുടെയൊക്കെ ശല്യപ്പെടുത്തിയിട്ടേ അവൾ ഇവിടുന്ന് പോകത്തുള്ളൂ, അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന അമ്മ എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം, അവൾ തിരിച്ചു വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മോനെ, എന്തെങ്കിലും വഴി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വഴി ചെയ്തതിന് ഇപ്പം നമ്മൾ കുടുങ്ങിയിരിക്കുകയാണെന്ന് അറിയാലോ, അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായതിൽ പിന്നെ എനിക്കിപ്പോൾ പേടിയാണ്, ആ ഒരു പോലീസുകാരും അന്വേഷണമൊക്കെ ഇപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം വേറെ ഒന്നിലും ഇടപെടാതിരിക്കുന്നതാണമ്മേ നല്ലതെന്ന് പറഞ്ഞ് അവർ നൈസായിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. നന്ദുവിന് ഒരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല അനിയുടെ കാര്യം ആലോചിച്ചിട്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ കണ്ണാടി ചെല്ലുമ്പോൾ വീണ്ടും പ്രതിബിംബം വരുവാണ് നമ്മുടെ ആരുടെ, നന്ദുവിൻ്റെ. അങ്ങനെ നന്ദുവിനോട് ആ പ്രതിബിംബം വന്ന് പറയാണ്, നന്ദു നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നന്ദു നീ നല്ല സ്മാർട്ടല്ലായിരുന്നോ? നീ എടാന്ന് പറയുമ്പോൾ പോടാന്ന് പറയുന്ന ആ ഒരു രീതി അല്ലായിരുന്നോ? നിനക്ക് അതേ ചേരത്തുള്ളൂ നന്ദു. നീ എന്തിനാണ് വെറുതെ അനിയുടെ പുറകെ നടന്ന് സമയം കളയുന്നത്? അവരുടെ വിവാഹം ആലോചിച്ചു കഴിഞ്ഞു. അതല്ല നന്ദു, നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നിന്റെ 2 ചേച്ചിമാരും അവിടുത്തെ മരുമകളാണ്. അവർ അഡ്ജസ്റ്റ് ചെയ്താണ് അവിടെ ജീവിക്കുന്നത്. ഇനി നീയും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. ആ ചേച്ചിമാർ ചിലപ്പം വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അത് നീയായിട്ട് ഉണ്ടാക്കരുത്. നീ എന്നും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയും അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ആരുടെയും വാക്ക് കേൾക്കേണ്ട കാര്യമില്ല നിനക്ക്. നിന്റെ തീരുമാനങ്ങളെ നീ ശരിവെക്കുക. അല്ലാതെ ഒരിക്കലും നിന്റെ മനസ്സ് ചാഞ്ചാടി പോകരുത്. ഒരു പെണ്ണിൻ്റെ ആ ഒരു മനസ്സായി മാറരുത് നീ എന്നൊക്കെ ഇങ്ങനെ പ്രതിബിംബം അത് പറയുന്നു. ഏതായാലും പ്രതിബിംബം ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കും നമ്മുടെ അനിക്കും അറിയില്ല എന്ത് ചെയ്യണം, നന്ദുവിനും അറിയില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും നന്ദുവിനും മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മുടെ നന്ദു ആയിക്കോട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. നമ്മുടെ അനി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി ഫോൺ എടുത്ത് വിളിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ, ഇനിയിപ്പം ആരാ നമ്മുടെ നയന ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഇത് ഫോൺ വരുന്ന കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദുവിന് ദേഷ്യം വന്നിട്ട് ഫോൺ എടുത്തില്ല. അവൻ എന്തിനാ ഈ പാതിരാത്രി എന്നെ വിളിക്കുന്നത്? അവന് ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവനെ വിളിക്കട്ടെ, എന്നെ വിളിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഫോണൊന്നും എടുക്കാതെ ഫോണങ്ങ് മാറ്റി വെച്ചു. ഏതായാലും അത് നന്നായി. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവരും അറിഞ്ഞാനേ. അല്ലെ പിന്നെ നമ്മുടെ നന്ദു പിന്നെ പറയില്ല കേട്ടോ. അറിഞ്ഞാലും പറയില്ലല്ലോ. നന്ദു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിയേനെ ഇവരറിയാതെ. ആര് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും അറിയാതെ നോക്കിയേനെ. പക്ഷെ ആ ഒരു ഫോൺ കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നയനയെ കാണാതായ വിവരം അവർ പറയുന്നില്ല. ഇതേ സമയത്ത് അനന്തപുരിയിൽ വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തപുരിയിൽ വേറൊന്നുമല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കനകദുർഗേനെയും ഗോവിന്ദനെയും അറിയിക്കേണ്ട ഈ കാര്യം. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാകും. പിന്നെ അവർ വെപ്രാളത്തോടു കൂടി ഇവിടെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയായിരിക്കും ചെല്ലുന്നത്. അതുകൊണ്ട് അവിടെ അറിയിക്കേണ്ട എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറയുന്നു, അവരെ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും അവൾ പോകാനുള്ളത് പോയി. എനിക്ക് തോന്നുന്നത് മിക്കവാറും അവൾ വേറെ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയതായിരിക്കും എന്നൊക്കെ വരുത്തി തീർക്കുകയാണ്. ജലജ അങ്ങനെ കിട്ടിയ അവസരം പാഴാക്കാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നയനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാകട്ടെ ആദർശും അതുപോലെ ജയനും അനിയും ഒക്കെ കൂടി എല്ലാ ഭാഗത്തും തപ്പുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ നയനയെ കാണിക്കുന്നത്. നയന ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മുടെ നയന നടക്കുന്നത്. മനസ്സ് നിറയെ തൻ്റെ ഭർത്താവ് എഴുതിയ ആദർശ് എഴുതിയ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ഓർത്തിട്ട് നമ്മുടെ നയന തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ചെയ്തതല്ലേ തെറ്റ്, ഞാൻ ചെയ്തത് തന്നെയാണ് തെറ്റ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് കാരണമുള്ളത്? എന്നെ സ്നേഹിക്കുന്നു എന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എൻ്റെ തെറ്റല്ലേ? എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അത് എൻ്റെ കഴിവുകേടല്ലേ? അതിനെ ഇനി ഞാൻ എന്തിനാ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നയന ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആരുടെയും കണ്ണിൽ നമ്മുടെ നയന പെടുന്നില്ല. വെപ്രാളത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും കൂടി ഇതറിയാൻ ഇടയാകുന്നുണ്ട് കേട്ടോ. കാരണം കണ്ടെത്താതെ വരുമ്പോഴേക്കും അവരെ അറിയിക്കാതെ നിവർത്തിയില്ല. കാരണം അവിടെ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ, അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നന്ദു ആണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നന്ദു ഫോൺ എടുക്കുകയാണെങ്കിൽ ഇരുചെവി അറിയാതെ കാര്യങ്ങളൊക്കെ അനി കൈകാര്യം ചെയ്തേനെ. പക്ഷേ നന്ദു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വിളിക്കേണ്ടി വരികയാണ്. അങ്ങനെ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഈ സത്യങ്ങളൊക്കെ അറിയുകയാണ്. തൻ്റെ മകളെ കാണാനില്ലെന്ന്. ചങ്കുപൊട്ടി പോവുമല്ലോ ഒരമ്മയ്ക്കും ഒരച്ഛനും. ആ ഒരു രാത്രി തന്നെ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആദർശ് കണ്ടുപിടിക്കുന്നുണ്ട് നയനയെ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നമ്മുടെ നയനയുടെ ആ ഒരു ഇറങ്ങിപ്പോക്ക് അനന്തപുരിയെ ഒത്തിരി പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അനന്തപുരിയെ മാത്രമല്ല നമ്മുടെ ദേവയാനിയൊക്കെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. കാരണം ദേവയാനിക്ക് ഒരിക്കലും നയന ഇറങ്ങിപ്പോണമെന്നൊക്കെ ഉണ്ട്, എങ്കിലും അങ്ങനെ ഇറങ്ങിപ്പോണമെന്നല്ല, വീട്ടിലേക്കെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവയാനി മുൻകൈ എടുക്കുന്നുണ്ട് നയന എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ അഭിയും ജലജയുമാണ്
നയനയെ കണ്ടുപിടിക്കേണ്ട, അവൾ ഏതെങ്കിലും വഴി പോട്ടെ എന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താകും എങ്ങനെയാകും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാട്ടോ ഓരോന്നായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കഥ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നൂസ് വേൾഡിൽ നമ്മൾ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എൻ്റെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബൈ.